ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അതുകൊണ്ട് ചോദിച്ചതാ. വല്ല ഓം നമ ശിവായം ജപിച്ചോണ്ട് കിടക്കേണ്ട സമയത്ത് അവന്റെ ഒരു ദേവൂടാ. എന്താ മോളെ, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ സിദ്ധാർത്ഥന്? ഇല്ല അച്ഛ, അതേ കിടപ്പ് തന്നെ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് പോന്നേ? അവിടെ ഐസുവിന്റെ ഭാഗത്ത് നിന്നാ പോരായിരുന്നു? അവൻ കണ്ണു തുറന്നാൽ ആദ്യം കാണേണ്ടത് നിന്റെ മുഖമാണ്. അത് കണ്ണ് തുറന്നാലല്ലേ? എനിക്ക് തോന്നുന്നില്ല ആ കണ്ണിനി തുറക്കൂന്ന്. അല്ലെങ്കിൽ തന്നെ അതിപ്പോ തുറന്നിട്ടെന്തിനാ? ആ കണ്ണിലും മനസ്സിലും നിറയെ ദേവിക. ആ യക്ഷി വശീകരിച്ച് വെച്ചിരിക്കുക സിദ്ധുവേട്ടനെ. മോളിപ്പോ അതൊന്നും ഓർക്കണ്ട. എന്നേക്കുമായി ആ ശല്യം ഒഴിവാക്കാനല്ലേ നമ്മൾ അവളെ കെട്ടിച്ചത്. ഇനി ശരത്തും അവൻ്റെ അമ്മയും കൂടി വേണ്ടത് ചെയ്തോളും. മോള് സമാധാനത്തോടെ അവിടെ പോയി നിൽക്കുക. ഇങ്ങനെ സമാധാനപ്പെടും അച്ഛ? സിദ്ധുവേട്ടന് എന്തെങ്കിലും പറ്റിയ പ്രേമിച്ച് ഉൾപ്പെടെ എനിക്കെതിരെ തിരിയും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അതൊന്നും സംഭവിക്കില്ല. ഒരു തവണ മരണത്തെ അതിജീവിച്ച് വന്നവനല്ലേ അവൻ. ഈ പ്രാവശ്യവും അത് തന്നെ സംഭവിക്കും. അങ്ങനെ വന്നാലും പ്രശ്നം തന്നെയാ അച്ഛ. ബോധം വന്ന ആദ്യം സിദ്ധുവേട്ടൻ തിരക്കുന്നത് ദേവികയായിരിക്കും. അവര് തിരിച്ചു വന്നിട്ടില്ലെന്നറിഞ്ഞ ഉറപ്പായും അന്വേഷിച്ചിറങ്ങും. അതിനെന്താ, ഇറങ്ങട്ടെ. നമ്മളാരും ദേവികയൊന്നും ചെയ്തില്ലല്ലോ. വിളിച്ചു വരുത്തിയതും സംസാരിച്ചതെല്ലാം സിദ്ധാർത്ഥന്റെ ചേച്ചിയല്ലേ. അപ്പോ അത് അവരുടെ കുടുംബ പ്രശ്നം. നമ്മൾ വെറുതെ കാര്യം. ഒരു സംബന്ധം ആലോചിച്ച ബന്ധമല്ലേ നമുക്ക് ആ കുടുംബമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയും കെട്ടി മാറിയിരിക്കും. കുടുംബക്കാർ പരസ്പരം തമ്മിൽ തല്ലി ചാവുകയോ കേസ് കൊടുക്കുകയോ അന്വേഷിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പ്രേമേച്ചി അവര് പറയില്ലേ നമ്മുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച്? പറയരുത്.